നീ ഇവിടെ ഉണ്ടായിരുന്നാ? എന്താ പച്ചി എന്തെങ്കിലും വേണോ? ഏയ് ഒന്നുമില്ല മക്കളെ, ഞാൻ വെറുതെ കുറച്ചേരം സംസാരിക്കാന്ന് വിചാരിച്ചു. എന്താണ്? ഇരിക്കേ. അപ്പച്ചിക്കേ മോളോട് കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ? പിന്നെ ഇത് ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെയാ നടക്ക? അതല്ല, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതിനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നിനക്ക് ആരോടെങ്കിലും പ്രേമുണ്ടോ? എനിക്ക് ആരോടും പ്രേമൊന്നുമില്ല. ഉണ്ടെങ്കി പറ, അപ്പച്ചി സെറ്റാക്കി തരാ. അയ്യോ, എന്നിട്ട് വേണം നാട്ടുകാരുടെ അടുത്ത് മൊത്തം നോട്ടീസ് അടിച്ചോണ്ട് നടക്കാൻ. ഞാനങ്ങനെ ചെയ്യൂ? ചെയ്യില്ല. ജോലി ഇല്ലാണ്ടേ ഇങ്ങനെ നടന്നു കഴിഞ്ഞാ പയ്യന്മാരെ കിട്ടൂല. ഇപ്പോഴത്തെ പയ്യന്മാർക്ക് നല്ല ജോലിയുള്ള പെണ്ണുങ്ങളെ മതി. നിനക്ക് അതിന് വല്ല ജോലി ഉണ്ടാ? ഞാൻ വ്ളോഗറല്ലേ? വ്ളോഗറാ? വ്ളോഗിങ് നിനക്ക് എന്ത് കിട്ടും? 1000 വ്യൂസ് ആണ്ടാ നിനക്ക് കിട്ടിയത്? എന്റെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കാറുണ്ടല്ലേ? അതിങ്ങനെ തോണ്ടുമ്പോ കാണും, അല്ലാണ്ട് ഇപ്പൊ ആര് കാണും നിന്റെ ചാനലിൽ? ഒന്നാമത് നിനക്ക് ഭയങ്കര മേക്കപ്പാ. കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി കൂടുതൽ കാരണം കൊണ്ട് ആൾക്കാർ എന്തായാലും വരില്ല. പിന്നെ നീ എന്തിനാണ് വ്ളോഗിങ് കൊണ്ട് നടക്കുന്നത്? നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. നിനക്ക് ആ മറ്റേ ചതുരപ്പെട്ടി കിട്ടിയാ? എന്നിട്ട് അവിടെ അത് കണ്ടില്ലല്ലോ. അത് ഞാൻ വേറെ ഷൂട്ടിന് കൊടുത്തേക്കാം. എന്ത് ചതുരപ്പെട്ടി ഷൂട്ടുന്ന? ആ ഷൂട്ടിനൊക്കെ ആവശ്യം വരും. എന്തിന്? ഒരു ചാനൽ കൊണ്ട് നടക്കണ്ട, ജോലിയില്ല, ഒരു തേങ്ങയില്ല, എന്തിട്ട് നടക്കണ നീ? മര്യാദക്ക് കല്യാണം കഴിക്കുമോളെ, അല്ലെങ്കിൽ നീ എന്തിനീ പ്രസവിക്കാൻ പോണത്? എന്താണത് മോളെ, പ്രസവിക്കേണ്ട പ്രായം കഴിഞ്ഞാൽ നിനക്ക് പ്രസവിക്കാൻ പറ്റില്ല. എന്ത് ഷേ? അതൊക്കെ ഒരു സമയത്തിന് നടക്കണം മോളെ. നിനക്ക് ഇവിടുത്തെ മൂത്ത കുട്ടിയല്ലേ നീ? നിന്നെ കണ്ടിട്ടല്ലേ താഴെയുള്ള പിള്ളേർക്കുള്ളോ? നീ ഇങ്ങനെ നടന്നാൽ ശരിയാവൂ? അപ്പൊ ചിന്ന കെട്ടിക്കാൻ വന്നതാണോ? കെട്ടിക്കാനല്ല, ഓരോ കാര്യങ്ങള് അതിന്റെ സമയത്ത് നടത്തുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോഴും നിന്റെ അച്ഛനും അമ്മയ്ക്ക് ബോധമില്ല എന്ന് പറഞ്ഞ് ഞാൻ വന്നാലല്ലേ നടക്കുള്ളൂ. ഞാൻ പറയണത് കേൾക്ക് മോള്. നീ ജോലിക്ക് നീ പോണില്ല, എന്നാ കല്യാണമെങ്കിലും കഴിക്കും. അപ്പച്ചിക്ക് കെട്ടിച്ചിട്ട് എന്തിനാണ്? ഒരു സന്തോഷല്ലേ? ഒരു എന്റെ വീട്ടില് തറവാട്ടിലെ ഒരു കുട്ടി കല്യാണം കഴിക്കണു, ആ കല്യാണം ഞാൻ കൂടുന്നു. എന്റെ നല്ല സന്തോഷമുള്ള കാര്യമാണ്. എനിക്ക് അത്ര സന്തോഷമൊന്നുമില്ല. എന്നാ വേണ്ട, നീ കേട്ടോണ്ട് അവിടെ ഇരുന്നോ. ചെക്കനും കിട്ടില്ല, ജോലിയും ഇല്ല, വ്ളോഗിങ് അത്ര. ഇപ്പം പിള്ളേർക്ക് എന്താ ഭ്രാന്തായ? ആ കൃഷ്ണ എവിടെ? എനിക്കറിയാം, അപ്പുറത്തെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി അതെന്താണാവോ പോണത്? ഹോട്ടൽ മാനേജ്മെന്റും പഠിച്ചിട്ടുണ്ട്, ഇനി അതിനും വേണ്ടേ കല്യാണം കഴിക്കല്? ഈശ്വരാ, ഈ പെണ്ണുങ്ങൾക്കൊക്കെ എന്താണ്? കൃഷ്ണ തപ്പിക്കൊണ്ട് വാ, നമുക്ക് പോയി തപ്പാ. അതിന് ഞാൻ വരണോ? പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്ക് കിടക്കല്ലേ, ഈ ഒരു കമ്പനിക്ക് വാ. ഞാൻ വന്നൊന്നുമില്ല. എന്തായാലും കല്യാണം കഴിക്കാൻ നടക്കല്ലേ, അപ്പൊ പിന്നെ ഇതൊക്കെ പണിയൊക്കെ ചെയ്യുവാ. എന്താ കല്യാണം കഴിക്കാതെ ഒരു പണി കണ്ട പണികളൊക്കെ ചെയ്യാൻ പറയണേ? നീ എന്തെങ്കിലും പണി ചെയ്യണ്ട. നിന്നെ കഴിഞ്ഞ പ്രാവശ്യം ആ ചാനലില് ഏതോ ഒരു വീഡിയോ നീട്ടുണ്ടായിരുന്നില്ല, എവിടേക്കോ പോയ വീഡിയോ ഒരാള് പോലും ലൈക്ക് ചെയ്തിട്ടില്ല. ഞാനും ലൈക്ക് കൊടുത്തു. എന്തെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ ചെയ്യ്, അല്ലാണ്ട് ഈ പഴയ കുണ്ടാവണ്ടിയൊക്കെ ചെയ്താൽ ആരും കാണാണ്ടില്ല. വേണമെങ്കിൽ പുറത്തുനിന്ന് കാശ് കൊടുത്ത് വെക്ക്, അല്ലെ കാശ് കൊടുത്ത് നമുക്ക് സബ്സ്ക്രൈബോ അത് കൂട്ടാൻ പറ്റും. കാശ് കൊടുത്താൽ മതി. എനിക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട്. നിനക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 2 ലക്ഷം. 2 ലക്ഷം? ഉറപ്പാണോ? പോരട്ടെ? 20,000. 20,000 ഉണ്ടോ? മോളെ, ഞാൻ നിന്റെ യൂട്യൂബ് ചാനൽ നോക്കണല്ലേ, എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എത്രയുണ്ട് നീ പറഞ്ഞോ? 2,000. ഓരോരുത്തർ പെട്ടിക്ക് വാങ്ങിച്ചിട്ട് ഇത് റെഡാ ബ്ലൂ എന്തൊക്കെ ബട്ടൺ കിട്ടിയത് നിനക്ക്? ബട്ടണല്ല, ആന വായ പൊളിക്കാൻ കണ്ടിട്ട് അണ്ണ വായ പൊളിച്ചിട്ട് കാര്യമുണ്ടോ? ഒന്നും പറയില്ല. കൃഷ്ണ തപ്പാൻ വാ, മുത്തു വാ, ചൊറിഞ്ഞു കഴിഞ്ഞില്ലേ? വാ വാ. ഒളിഞ്ഞു നോക്കുന്നേ? ഒന്നുമില്ലടാ, എവിടെയെങ്കിലും സരിതപ്പച്ചി ഉണ്ടോ നോക്കിയതാ. ഇവിടെ ഒന്നുമില്ല. നിന്നെ പൊക്കിയായിരുന്നു അപ്പച്ചി? എന്നെ പൊക്കുകയും ചെയ്തു, എനിക്ക് ആരാർച്ച് കിട്ടുകയും ചെയ്തു. എടാ, കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുന്നാടാ കേട്ടത്. ഞാൻ ഇവിടുന്ന് വല്ലേ ഇറങ്ങി പോകാൻ കേട്ടോ, എനിക്ക് അവരെ താങ്ങാനുള്ള ചേച്ചിയൊന്നുമില്ല. ഇത് എന്ത് കഷ്ടം? ഇത് നിനക്ക് എന്തോ പറ്റി? ഭയങ്കര വിഷമം.
അത് കുറച്ചായിട്ടൊരു വൈക്ലബ്യം. അത് തന്നെ ഞാനും ചോദിച്ചത് എന്താ പ്രശ്നം. അത് പറഞ്ഞില്ലേ, വൈക്ലബ്യം അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല പിന്നെ അപ്പച്ചി വന്നതിന്റെ മൂഡ് സ്വിങ്സ് ആയിരിക്കും. എനിക്കൊരെ കാണുമ്പോൾ ഓരോന്ന് തോന്നും. എനിക്ക് ഭയങ്കര മൂഡ് സ്വിങ്സ്. അതിനെ എങ്ങനെ കെട്ടിക്കുമ്പോ അയ്യോ രണ്ടാളും സാറ പറഞ്ഞിരിക്കുക. അല്ല ഇടിയപ്പം ഉണ്ടാക്കുക. തമാശിച്ചതല്ലേ? അതെ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ ഫുൾ ടൈം ഇവിടെ തന്നെ കുത്തിയിരിക്കാനായിട്ട്? എനിക്ക് പിന്നെ PSC പഠിക്കണ്ടേ? ഞാൻ എന്നാ കിടക്കാൻ പറമ്പിലോട്ട് പോയി. നന്നായിട്ട് പഠിച്ചാ മതി. എന്തോന്ന്? അല്ല നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞതാ. എടി കൊച്ചേ, നിനക്ക് ജോലി ഒന്നായില്ലേ? ഞാൻ നല്ല ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം അപ്പച്ചി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും തന്നെയാ പറഞ്ഞത്. അപ്പച്ചിയാ? ആ അപ്പോഴും നീ ജോലി അന്വേഷിച്ചു കൊടുക്കായിരുന്നില്ലേ? എന്റെ അപ്പച്ചി വേറെ ഒന്നും ചോദിക്കാനില്ലേ? ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ അപ്പച്ചിക്ക് വല്ല പ്രശ്നമുണ്ടോ? എനിക്കെന്ത് കുഴപ്പം? നിനക്ക് ജോലി കിട്ടിയാ നിനക്ക് കൊള്ളാം, എനിക്കെന്ത് കൊള്ളാം. ഞാൻ സഹിച്ചോളാം കേട്ടാ. ഓ അല്ല നീ കറിയൊക്കെ വെക്കാൻ പഠിച്ചാ? തന്നെയല്ലേ നേരത്തെ ചോദിച്ചത്? അല്ല ചോദിച്ചെന്നുള്ളു വെറുതെ. അവളുടെ വന്നിട്ട് നീ അടപ്പിക്കുന്നത്, അവൾ തന്നെ മിണ്ടായിരിക്കുന്നത്. അവളോട് മിണ്ടായിരിക്കാൻ പറയുന്നു. ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ അപ്പച്ചി എപ്പം വന്നാലും ഈ രണ്ട് ചോദ്യമേ ഉള്ളൂ. കല്യാണം കഴിക്കുന്നില്ലേ, ജോലിക്ക് പോണില്ലേ, ജോലിക്ക് പോണില്ലേ, കല്യാണം കഴിച്ചിട്ടില്ലേ, വേറെ ഒന്നും ചോദിക്കാനൊന്നും ഇല്ലേ? അപ്പൊ നീയൊക്കെ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കുത്തിരിക്കാനുള്ള പരിപാടിയാ? ഞങ്ങളുടെ ജീവിതകാലം മൊത്തം ഇവിടെ കുത്തിരുന്നാലും ഞങ്ങളുടെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നാട്ടുകാര് പറയട്ടെ, ഞങ്ങൾക്ക് എന്താണ്? ഞങ്ങളെ വല്ല ബാധിക്കുന്നുണ്ടോ? ഉണ്ടോടാ? ഇല്ല ഇല്ല. എന്തോന്ന്? ബാധിക്കില്ല, കാരണം അല്പം നാഹണൊക്കെ വേണേ. ഞാൻ പോണു. ഈ അപ്പച്ചിക്ക് ഇത് എന്തോന്നാ? കണ്ട അഹങ്കാരം. അപ്പച്ചി ചൊറിയാൻ പോയിട്ടല്ലേ? എന്തുവാണ് ബഹളം? അച്ഛനെ പെങ്ങളോട് പോയി ചോദിക്ക്. മൂത്തോരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് പിള്ളേർക്ക് അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് അമ്മ എങ്ങനെയാണ് പഠിപ്പിച്ച് വെച്ചേക്കണത്? അപ്പച്ചി ചുമ്മാ ഇനി അമ്മയുടെ മെക്കിട്ട് കാറില്ല കേട്ടോ. ഓ അമ്മ പറഞ്ഞപ്പോ മോന് പൊള്ളി. ആ പൊള്ളും. എന്തുവാടാ ഇങ്ങോട്ട് ചോദിക്കാം എന്തോന്ന്. ചേട്ടാ എനിക്കറിയാൻ മേള, ഞാൻ പോവാണ്. എടാ എന്തുവാടേ? അയ്യോ ഒന്നുമില്ല. അല്പച്ചയും പിള്ളേരും തമ്മിൽ തെറ്റിയ? ആ പിള്ളേർക്ക് ഭയങ്കര അഹങ്കാര, പ്രത്യേകിച്ച് ആ കൃഷ്ണക്ക്. ഓ എന്തൊരു ധാർഷ്ട്യാണ്. നീ എന്തോ അവരോട് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പണിക്ക് പോണില്ലേ മറ്റുള്ള കാര്യങ്ങൾ ചോദിച്ചു, ജസ്റ്റ് ഉപദേശിച്ചു. പിന്നെ അപ്പച്ചിയല്ലേ. ആ ഉപദേശം, നിന്റെ ഉപദേശം എങ്ങനെ ഉണ്ടാവും എനിക്കറിയാം. നീ അവരെ കയറി ചൊറിഞ്ഞു കാണും, അവര് നിന്നെ തിരിച്ച് മാന്തി കാണും. അവര് വെക്കിട്ട് കയറി. ആ വെക്കിട്ട് കയറും. നീ കൊള്ളരായ്മയായിരിക്കും അവരോട് സംസാരിച്ചത്. ചേട്ടൻ പിള്ളേരെ ന്യായീകരിച്ചോണ്ട് നിന്നോ? ന്യായീകരിക്കും. അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടാവും എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ന്യായീകരിക്കുന്നു. എന്തുവാ? കൊത്ത് കിട്ടുമ്പോ പഠിക്കും. ആ ഞാൻ പഠിച്ചോളാടി. ഞാൻ നല്ല വകയോടുകൂടിയാ പിള്ളേരെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ അവര് ആവശ്യമില്ലാതെ പ്രായം മറന്നൊന്നും സംസാരിക്കത്തൊന്നുമില്ല. കാണിച്ചരാട്ടാ, കാണിച്ചരാ. എന്തോന്ന് കാണിച്ചു തരാൻ? കാണിച്ചരാന്ന്. ഇത് എന്നെ വെക്കിട്ട് പറഞ്ഞ എന്തിനാണ്? പിള്ളേരൊന്നും പറയാൻ പാടില്ല. ഇത്രയും അഹങ്കാരം പിടിച്ച പിള്ളേര് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. നല്ല അഹങ്കാരം ഉണ്ട് പിള്ളേർക്ക്. അവളോട് ഞാൻ ചോദിച്ചു പണിക്ക് പോണില്ലേ, ജോലിക്കായോ ചോദിച്ചു. പറഞ്ഞു അപ്പച്ചിക്ക് എന്താ കല്യാണം കഴിക്കണോ, ജോലിക്ക് പോണോ? ഞാൻ എങ്ങനെയാണോ ചോദിച്ചത്? നാട്ടുകാരൊക്കെ എന്തോ കാര്യങ്ങളെന്ന് പറയണെന്ന് അറിയാമോ? ഇങ്ങനെയാണോ മൂത്തവരോടൊക്കെ പെരുമാറുന്നത് ചേട്ടാ? ഇങ്ങനെയാണോ പിള്ളേരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ? ഞാൻ സ്നേഹത്തിലാ ചോദിച്ചത്. ഇവര് ഇന്നെ ചൊറിയാൻ വന്ന് ഞാൻ എന്ത് ചെയ്യണം? നീ എന്തിനിങ്ങോട്ട് വരുന്നത്? പിള്ളേരെ തമ്മി തെല്ലിക്കാനാണ്? ഞാൻ എൻ്റെ അമ്മയെ കാണാൻ വന്നതാ, നിങ്ങളുടെ തിരുമോത കാണാൻ വന്നല്ല. എന്നാ നീ അമ്മയെ കണ്ടിട്ട് പോണം, പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടണ്ട. ഞാനൊന്നും ഇടപെട്ടില്ല. അവിടെ ഇവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കാണ്ടപ്പോ ചോദിക്കാൻ പാടില്ലേ? ഞാൻ മിണ്ടറില്ല. അവിടെ ഇവിടെ ഇഴഞ്ഞു നടക്കാൻ അവരുടെ വീടാ, നീ ചോദിക്കണ്ട. ഇതെന്റെ വീടാ. അത് നിന്റെ വീട് ആയിക്കോട്ടെ. ഞാൻ ചോദിക്കും, ഞാനും ചോദിക്കും. ആ കാണിച്ചരാ. പോയി വട്ടായ ചേച്ചി, ഈ പിള്ളേരൊക്കെ വളർത്തുമ്പോ മര്യാദക്കൊക്കെ വളർത്തിക്കൂടെ? അതിന് അവർക്ക് മര്യാദക്ക് കുറവൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ പിള്ളേർക്ക് മൂത്തോരോട് തറുതല പറയാനും എതിർത്ത് പറയാനും മാത്രമേ അറിയുള്ളൂ. ഓ എന്തുവാടി? അമ്മ വീട്ടിലല്ലേ താമസിക്കുന്നത്, അമ്മയ്ക്ക് ആ പിള്ളേരൊന്ന് ഉപദേശിച്ചൂടെ? അതിന് പിള്ളേരെന്ത് ചെയ്തു? എന്റെ പൊന്നമ്മേ, ഞാനാവും ആ പിള്ളേര് വെറുതെ ഒന്ന് ഉപദേശിക്കാൻ പോയതാ. ആ കൃഷ്ണല്ലേ, അവളെന്റെ മെക്കിട്ട് കയറി. അത് കേട്ട് രണ്ടെണ്ണം എന്നെ കൊന്നില്ല എന്നുള്ളോ? നീ അവളെ ചൊറിയാൻ പോയിട്ടായിരിക്കും. ഞാനാരും ചൊറിയാൻ പോയിട്ടില്ല, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ പോയി. ഇവളെ ആ പിള്ളേരുടെ അപ്പച്ചിയല്ലേ, അപ്പച്ചോട് തറുതല പറയാൻ ആ പിള്ളേർക്കൊന്നും ആയിട്ടില്ല കേട്ടോ.
മത്തം കുത്തിയ കുമ്പളം മുളക്കുമോ? എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. വെറുതെ അല്ല, പിള്ളേർ ഇങ്ങനെ തന്നെ. ഏ? പിള്ളേരെ ഒന്ന് മര്യാദയും അടക്കം ഒതുക്കൊക്കെ പഠിപ്പിക്കണം, വളരെ നല്ലതായിരിക്കും. അമ്മ വാ, ആ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഈ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് സപ്പോർട്ട്. വാ. മക്കളെ വിഷമിക്കണ്ട. നീ എല്ലാം കൂടെ എൻ്റെ കൊച്ചിനെ ഒറ്റപ്പെടുത്താൻ നോക്കിയല്ലേടി? എനിക്കതല്ലേ പണി. വാ അമ്മ, പോവാം. എൻ്റെ അമ്മേ, ഇവളെന്തെങ്കിലും പിള്ളേരെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ ദേഷ്യത്തിന് പിള്ളേർ ഒന്നോ രണ്ടോ അധികം അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടാവും. അതിലിപ്പോ എന്താ തെറ്റുള്ളത്? തെറ്റും ശരിയും ഞാൻ പഠിപ്പിക്കാൻ നിന്നെ കേട്ടാ. ആ പൊടിയെല്ലാം കൂടെ അവള് വാരി ഞാൻ തുടച്ചോളൂ. കണ്ടോ, ഇതാടി ഇവിടുത്തെ കുഴപ്പം. ദേഷ്യം വരുമ്പോഴത്തേക്കും കണ്ടോ 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 എന്നെ കളിയാക്കോടി, ആ ചിരിക്കുന്നുണ്ടോ? എൻ്റെ പിള്ളേനെ ഇനി എന്തെങ്കിലും വന്ന് ചൊറിയാനോ എന്താ മാന്താനോ അതൊക്കെ പിള്ളേർ നീയും കൂടെ ചെന്നാലുണ്ടല്ലോ സരസ്വതി അമ്മയുടെ തനിയോളം കാണും. മോള് വന്ന അഹങ്കാരായിരിക്കും എന്റെ മേത്ത് അല്ലേ? എടി നീ അത് ഉണ്ടാക്കുക, അഹങ്കാരമൊക്കെ പിന്നെ പറ. നീ അത് ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിക്കോളും. ഞാൻ സമയമാകുമ്പോ ഉണ്ടാക്കിക്കോളും. ഞാൻ സമയമായിട്ടില്ല. എന്റെ കൊച്ചു വിശത്ത് നിൽക്കുക. എത്ര നേരമായി അവിടെ നിൽക്കുന്നു? വേണമെങ്കിൽ അതാ ഒറ്റക്ക് പരത്തിച്ചോളൂ. അവിടെ വരെ എന്തെങ്കിലും ചുട്ടു കഴിഞ്ഞാൽ അവിടെ വൃത്തിയാക്കിയില്ല, ഇവിടെ വൃത്തിയാക്കിയില്ല, ആ പാത്രം തേച്ചെടുത്ത് പറഞ്ഞത് നീ അതും കുറയും. വിഷമിക്കണ്ട. ഉയ് നല്ലോണം ചേർത്ത് പിടിക്ക്. ഇവിടെ എന്റെ മോളല്ലേടി, പിന്നെ എന്ത് വർത്താനായി പറയുന്നത്? ഞാൻ ഇനി ചേർത്ത് പിടിക്കും. എന്റെ കുഞ്ഞിനെ എനിക്ക് ചേർത്ത് പിടിക്കണം. ആ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം. അപ്പൊ ഇവൾ ഇത്ര നേരം വന്നിട്ട് എന്റെ മക്കളെ കുറ്റം പറയുമ്പോ എനിക്ക് കൊള്ളത്തില്ല? കൊള്ളത്തില്ല. എന്താ എടി നിന്റെ മക്കളാ നിങ്ങൾ പ്രസവിച്ചതും ഞാൻ ഛർദ്ദിച്ചതുവാ? എന്നെ പറയിപ്പിക്കില്ലേ? നിന്റെ മക്കള് ഈ ഇവളോട് പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇവളെ കുറ്റം പറയുന്ന എന്തിനാന്നാ എന്റെ ചോദ്യം. പിള്ളേരെത്ര ചെറുതാ അമ്മേ, ഇവളെത്ര വലുതായി, കുറച്ച് മനസ്സിലാക്ക്. ചെറിയ പിള്ളേരുടെ വായിന്ന് വരുന്ന വരുത്താനാ അമ്മ കേട്ടത്? ഇവള് പഠിപ്പിച്ചുവിടുന്നാടി, ഇവള് പഠിപ്പിച്ചുവിടുന്ന. എന്നെ പറ്റി എല്ലാ കുറ്റവും ഇങ്ങനെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ എന്നോട് ഒരു വെറുപ്പായി തുടങ്ങിയപ്പോ. നിന്റെ മോള് നന്നായിട്ടില്ലേടി മക്കളെ വളരുന്നത്? ഇങ്ങനൊന്നും അല്ലല്ലോ. എനിക്ക് അഭിമാനിക്കാൻ അതേ ഉള്ളൂ. ഇത്ര വേണ്ട. പോവാടി, അതുണ്ടാക്കി വെച്ചേര് കേട്ടോ, വന്നേക്കാം. പുഷ്പേ ചേച്ചി പോടിയാണ്. ഓ മക്കളെ, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ, നീ ഉരുട്ടിക്കോടി, ഞാൻ തിന്നോളാം. നീ ചുട്ടു, അമ്മ ധൈര്യമായിട്ട് തിന്നോളൂ. ചുമ്മാ കത്തിച്ചൂട് ഇനി. ഒരഹങ്കാരണം അത്. മക്കളെ എന്നും എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ മണ്ടയിലേക്ക് ഇട്ടെറിയും എപ്പോഴും. ഞാനായതുകൊണ്ട് ഇതൊക്കെ സഹിച്ചു പോകണം. 100ലേക്ക് വിളിക്കേണ്ടി വരുമോ? 100 തന്നെ അടി. പോലീസ് വേണ്ട, പോലീസൊന്നും ഈ വീട്ടിൽ കയറി ഇറങ്ങുന്നത് എനിക്കിഷ്ടമല്ല. ഒക്കെ പാടായത്. ആ അത് കുഴപ്പമില്ല. ഒരഹങ്കാരണം അവൾക്ക്. ഇങ്ങനെ പോയാൽ എന്തു ചെയ്യും? അമ്മ വരത്തൂലത്. എനിക്കത് പരത്താനൊന്നും അറിയില്ല. ഞാനെന്നാ പിന്നെ അങ്ങോട്ട് പൊക്കോട്ടെ. ഇത് പരത്തണ്ട, ഞാൻ ഇത് ഉണ്ട പുഴുങ്ങും. എന്നോടാ കളി. ഇത് ഇങ്ങനെ എടുത്തിട്ടേ ഇച്ചിരി ശർക്കര തേങ്ങ വെച്ച് ഉണ്ട പുഴുങ്ങാൻ നല്ലതാ. അതമ്മ വെച്ചോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ പരത്തേണ്ടി വരും. അവിടെ ചേച്ചി തന്നെ പരത്തിക്കോളൂ. പോവാൻ ഇടും. അവരെ മക്കൾക്ക് തിന്നണ്ട എന്തെങ്കിലും നമുക്ക് വേണ്ടടി, പോകും. നീ ഇവിടെ ഇരിക്കായിരുന്നു? എന്താ എടി ടെൻഷൻ അടിച്ചിട്ട് പാടില്ല. എന്തിനാ നീ എന്തിനാ അപ്പച്ചിന്റെ അടുത്ത് ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞേ? ചെറുതായിട്ടൊന്ന് കൈവിട്ട് പോയി. വിട്ടാരെ നീ ഇപ്പൊ കിട്ടുമ്പോ എല്ലാവർക്കും കൂടി കിട്ടുള്ളൂ. ഞാനല്ലേ ദേഷ്യപ്പെട്ടത്. ചേച്ചി എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതാ പറഞ്ഞേ, കിട്ടുമ്പോ എല്ലാവർക്കും കിട്ടുംന്ന്. നീ എന്താടി ഇവളോട് പറഞ്ഞ്? എന്താ അച്ഛമ്മ, ഞാൻ എന്താ പറഞ്ഞേ? കണ്ട ഉരുണ്ട് കളിക്കണണ്ട? ഉരുണ്ട് എനിക്ക് ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാ നീ പറ, എന്താ പറഞ്ഞെന്ന്? ഞാൻ പറയാം. നീ പറയണ്ട, അവള് പറയട്ടെ. അതെന്താ ചേച്ചി പറഞ്ഞ? നിനക്ക് വരും നാക്കില്ലേ? അച്ഛമ്മ എന്ത് പറയാന്ന് അച്ഛമ്മ? എപ്പ അപ്പച്ചി ഞങ്ങളെ കണ്ടാലും ഈ രണ്ടേ ചോദ്യം ചോദിക്കാറുള്ളൂ. ഞാൻ ജോലിക്ക് കൊണ്ട് ചേച്ചി കല്യാണം കഴിക്കണല്ലേ, വേറെ ഒന്നും ചോദിക്കാനില്ല. അതെ, നിങ്ങളുടെ അപ്പച്ചി അവള്, അതുകൊണ്ട് ചോദിക്കുന്നതൊക്കെ ചോദിക്കും, എല്ലാം അറിയാൻ വേണ്ടി. ചോദിക്കുന്നെങ്കിൽ ചോദിച്ചോട്ടെ, പക്ഷെ എപ്പം വന്നാലും ഈ 2 കാര്യങ്ങൾ മറച്ചും തിരിച്ചങ്ങ് ചോദിക്കുക. കണ്ടോ അമ്മേ, എന്റെ വലിയ വർത്താനം കണ്ട അവളുടെ.
എന്തോടി നോക്കി പഠിപ്പിക്കണു ഇതേ എന്തു വെച്ചിരിക്കുന്നു? എടി നീ അല്ലടി മൂത്ത, നിനക്ക് ഇവിടെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൂടെ? ഞാൻ എന്തിനാ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കണേ? ഇവള് പറഞ്ഞ കാര്യം ശരിയല്ലേ? അല്ലെങ്കിൽ ഈ അപ്പച്ചക്ക് കുറച്ച് ചൊറിച്ചിൽ കൂടുതലാ. കുറച്ച് അധികം കൂടുതലല്ലേ ചൊറിച്ചില്? ഞാൻ കാണിച്ചു തരാം, രണ്ടെണ്ണത്തിന് ഞാൻ കാണിച്ചു തരാം. സരിതേ അങ്ങനെ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. ആഹാ കാണിച്ചു തരാം കേട്ടാ. ഞങ്ങള് ആ കാണാം കാണാം. ഉണ്ടോ ഏറാത്തല പറയുന്നുണ്ടോ? പിന്നെയും വന്നേ ഇവിടുത്തെങ്ങളോട് എന്ത് വർത്താനം പറയണത്? വലിയ ചെറിയ ശരീരം വലിയ നാക്കണവർക്ക്. മാമ അവിടുന്ന് നീ അവിടെ നിൽക്ക്, രണ്ടെണ്ണം പറയട്ടെ. ഡി മര്യാദയ്ക്ക് രണ്ടും കൂടി ഇരുന്നോണം. അവളുടെ നേരം വെക്കിട്ട് കയറാൻ ചെല്ലരുത് കേട്ടോ. ആലോചിക്കാച്ചമ്മ. അവൾ ഇനി എന്താ പ്രവർത്തിക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. അതെങ്ങനാ നേരാമണം വളർത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും രണ്ടും. അച്ഛമ്മ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. എന്നാ പറഞ്ഞാ? അച്ഛമ്മ മര്യാദ കൊടുത്തേലേ തിരിച്ചു കിട്ടൂന്ന്. മര്യാദ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞു കേട്ടോ. മര്യാദക്ക് ഇരുന്നോണം രണ്ടും. എന്റെ പെണ്ണിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ. അയ്യോ ഒന്നും പറയണില്ല. നീ എന്നാ പറഞ്ഞ പറഞ്ഞു ഒന്നും പറയണില്ലാന്ന് പറഞ്ഞതാ. അല്ല അപ്പൊ ഞങ്ങൾ ആരാ? അത് മോള്, ഞങ്ങളോ? ഞങ്ങള് കൊച്ചുമക്കളല്ലേ? എടി കൊച്ചുമക്കളാണ്. കൊച്ചുമക്കൾ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. എന്നോട് എന്താ പറയണ്ടെന്ന് വെച്ചാൽ കൊച്ചുമക്കൾ പറയുന്ന രീതിയിലേ അച്ഛമ്മയോട് സംസാരിക്കാളൂ. അല്ലാതെ ഇങ്ങനെ പട്ടാളച്ചിട്ടൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. അമ്മ തന്നെ വളം വെച്ച് കൊടുത്തത്. അമ്മ കുറച്ച് റെസ്പെക്റ്റിൽ താഴ്ന്ന് നിർത്തി പഠിപ്പിക്കണമായിരുന്നു. അമ്മയുടെ തലയിൽ കയറി നിരക്കിച്ച്. അച്ഛമ്മയുടെ അതേ സ്വഭാവല്ലേ? അല്ല അപ്പുറത്തെ ജാനകിയുടെ സ്വഭാവം വരും എനിക്ക്. അമ്മയുടെ സ്വഭാവം എന്റെ മകളാ എന്റെ വയറ്റിൽ നിന്ന് വന്ന. അപ്പൊ അവക്ക് എന്റെ സ്വഭാവം അല്ലാതെ കർക്കാരുടെ സ്വഭാവം കാണുമോ? അത് ശരിയാ. സൂപ്പർ സ്വഭാവം. ഞങ്ങളുടെ സ്വഭാവത്തിന് എന്നാ കുഴപ്പം? എന്ത് കുഴപ്പം? നല്ല സൂപ്പർ സ്വഭാവം തന്നെ പറഞ്ഞേ. തങ്കപ്പെട്ട സ്വഭാവം. എന്താ എങ്ങനെയാ ഞങ്ങളുടെ പെരുമാറ്റം? ബുദ്ധിയില്ല. എന്റെ ദൈവമേ. എടാ നീ ഡേറ്റ് എങ്ങനെയും ചോദിക്കടാ പൊട്ടാ. ഗ്രൂപ്പിലൊന്നും ഇടണ്ട, ഗ്രൂപ്പിലൊന്നും വേണ്ട, പേഴ്സണൽ അയച്ചാൽ പറഞ്ഞു അവനോട്. ആ സപ്ലിയുടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. ഞാൻ എങ്ങനെയാലും മുങ്ങി ഒന്ന് എഴുതിക്കോളാം. ആ 6 സപ്ലി ഒന്ന് തീരെ തന്നിട്ടില്ലേ ബാക്കി പൈസയുടെ കാര്യം ഒന്ന് മിണ്ടും വെക്കുന്നുള്ളൂ നീ അവന്റെ പൈസ. അപ്പച്ചിക്കട്ടെ എന്റെ കൂടി കാര്യം ഫോണിൽ പറയണത് ഞാൻ കേട്ടു. ഓ അപ്പച്ചി അത് സപ്ലി അല്ല, ഞാൻ പറഞ്ഞ സപ്ലൈ. എന്റെ ഫ്രണ്ടിനോട് കുറച്ച് വിത്ത് ഒന്ന് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് അറേഞ്ച് ചെയ്യുമായിരുന്നു. മോനെ നിന്നെക്കാളും വലിയ ഊടായ്പ് കാണിച്ചിട്ടുള്ളോളാ ഈ ഞാൻ. എന്റെ അടുത്ത് വേലർക്കല്ലേ. എനിക്ക് സപ്ലൈ ഒന്നുമില്ല. ഈ സത്യം ഞാൻ ചേട്ടനെ വിളിച്ച് പറയും. പറയട്ടാ? എനിക്ക് സപ്ലൈ ഇല്ലല്ലോ, പിന്നെന്ത്? ചേട്ടാ അപ്പൊ സപ്ലി ഉണ്ട്. എന്റെ പൊന്നപ്പച്ചി ഒരു മാർക്കിന് 6 സബ്ജക്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പോയി, അത്രേ ഉള്ളൂ. 1 മാർക്കിന് 6 സപ്ലി. ഇത് ഞാൻ എന്തായാലും എല്ലാവരോടും പറയും. അച്ഛനോടും പറയും, അമ്മയോടും പറയും, അമ്മൂമ്മയോടും എല്ലാവരോടും പറയും. അപ്പച്ചി അഗ്രികൾച്ചർ പഠിക്കാൻ ഭയങ്കര പാടാണ്. ഒന്ന് ക്ഷമിക്ക്. ഇത് നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയാൻ പോകുന്നു. അതെ നീ ആ പെണ്ണുങ്ങളുടെ കൂടെ നീ എന്നെ കളിയാക്കിയില്ലേ, അതിന് നീ അനുഭവിക്കണം. ഞാനിപ്പോ ചേട്ടനോട് പറയാൻ പോവല്ല അതും. എന്റെ പൊന്നപ്പച്ചി പറയല്ലേ, ഇത് എന്ത് കഷ്ടമാ. ഒന്ന് ക്ഷമിക്ക് പ്ലീസ്. എന്നാ പറയുന്നില്ല. താങ്ക് യു അപ്പച്ചി. പറഞ്ഞില്ലെങ്കിൽ എനിക്കെന്താ ഗുണം? കുറച്ച് സൂര്യകാന്തിയുടെ വിത്തുണ്ട്, എടുത്തങ്ങ് തരട്ടെ. എനിക്കത് വേണ്ട. എനിക്ക് വേറൊരു കാര്യം മതി. എന്തോന്ന്? നീ ആ പെൺപിള്ളേരെ കൂടെ നടന്ന് എന്നെ കളിയാക്കിയില്ലേ, അപ്പൊ നീ തിരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. പറ്റുമോ? അവളമാരുടെ മുന്നിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാൻ എന്ത്? രണ്ടും കൂടെ എന്നെ പഞ്ഞിക്കിടും. എന്നാ ഞാൻ പോയി പറയാം. വേണ്ട, വേറെന്തെങ്കിലും. ഇല്ല, നീ അവളുമാരുടെ മുമ്പിൽ ചെന്ന് അപ്പച്ചി സൂപ്പറാ, അപ്പച്ചി മിടുക്കിയാ, അടിപൊളിയാ, പിന്നെ പറയണം അപ്പച്ചി പറയുന്ന ശരി എന്ന് പറയണം. കൂടെ വന്നങ്ങ് തള്ളണം. തള്ളണം. ആ ശരി. ഇപ്പഴാ? ഇപ്പൊ പറയണം. കുറച്ചുകൂടെ കഴിഞ്ഞ് പോരി. ഇല്ല, ഇപ്പൊ ഇപ്പൊ തന്നെ പറയണം. ഇപ്പൊ തന്നെ വേറെ ആർക്കാ? ഉറപ്പാണോ? ഓ പൊക്കിടിക്ക്. കമോൺ. ഉറപ്പാണല്ലോ. ആ വാടാ, നീ വാട ചക്കര. മക്കളെ സംഭവം അവൾക്ക് ഇച്ചിരി ചൊറിച്ചൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ അത്രയൊന്നും പറയണ്ടായിരുന്നു. അമ്മ അക്കാര്യത്തില് ഞാൻ ചേച്ചിമാരെ കൂടെ മാത്രം നിൽക്കുള്ളൂ. വിളി ബഹളം വെച്ച് നടക്കുന്നേ ഉള്ളൂ. ആള് പാവമാ. അത്ര പാവൊന്നല്ല. ഓ നിങ്ങളൊന്ന് അടങ്ങ്.
കുറച്ച് ദിവസം കൂടിയല്ലേ, അത് കഴിഞ്ഞ് അവളങ്ങ് പോകൂലേ? എന്റെ ദൈവമേ, കുറച്ച് ദിവസം കൂടി സഹിക്കണ്ടേ? ദേ, കുറച്ച് കൂടുന്നുണ്ടേ, നിർത്തിക്കേ. അവിടെയാണ് ഇരുന്നാ പോരെ, വെറുതെ ഞങ്ങളുടെ പുറകെ നടക്കുന്നത് എന്തിനാ നടക്കുന്നത്? ഡേ, അല്ലെങ്കിൽ ഇവിടുന്ന് അപ്പച്ചിയോട് അഹങ്കാരം മാറി നീയുടെ ആയിട്ട് കുറച്ച് കൂടുന്നുണ്ട്. സഞ്ജു, പറഞ്ഞു കൊടുക്കടാ. എന്താണ് സഞ്ജു? മോനെ അടങ്ങ് നീ. ചേച്ചി എന്തോ കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെ ഇവൻ മറുകണ്ടം ചാടത്തില്ല. എന്താടാ പറയ്. ഒരു മറികടണം ചാടിയതല്ല, എനിക്ക് എന്റെ അപ്പച്ചിയെ പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. ഇഷ്ടോ? എന്ന് മുതല്? കുറച്ച് നേരത്തൊന്നും കണ്ടില്ലല്ലോ. എന്താണെങ്കിലും അപ്പച്ചി നിന്നെ തേക്കും, നീ നോക്കൂ. സ്വന്തം അപ്പച്ചീനെ നിർത്തി അപമാനിക്കുന്നത് കണ്ടിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ഒരമ്മ. എന്റെ അമ്മേനെ പറഞ്ഞാണ്ടല്ലോ. എന്ത് ചെയ്യും? പിള്ളേരങ്ങനെ ഓരോന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നിന്റെ സ്വഭാവം കൊണ്ടായിരിക്കും. എന്റെ സ്വഭാവത്തിന് എന്ത് കുഴപ്പം? ചേച്ചിയേക്കാളും നല്ല സ്വഭാവം എന്റെ സ്വഭാവം. ഡി നിർത്തടി, മതിയാക്ക. എത്ര കല്യാണാലോചന വന്നതാ ചേട്ടന്? എന്റെ ആ കൂട്ടുകാരി രമണിയുടെ കല്യാണം വന്നതല്ലേ? ആരേ രമണി? ഞാൻ അതൊരു കേട്ടില്ലല്ലോ. അപ്പച്ചിയുടെ കൂട്ടുകാരത്തി. അല്ല, ഈ രമണിയെ കുറിച്ചൊന്നും നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇനി എന്ത് പറയാനാ? നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ, അതവിടെ തീർന്നു. കല്യാണം ഉറപ്പിച്ചു പോയതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതല്ലേ?